ആക്ടിംഗ് കൊണ്ടും പത്മജ വേണുഗോപാലിന്റെ ബിജെപിയിലേക്കുള്ള കൂറുമാറ്റം കൊണ്ടും ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലമാണ് തൃശൂർ എന്ന് പറയുന്നത്. അതെ, ആർക്കും പെട്ടെന്ന് അങ്ങ് തോറ്റുകൊടുക്കാത്ത നമ്മുടെ സ്വന്തം തൃശൂർ തന്നെ. CPIയുടെ VS സുനിൽകുമാർ, കോൺഗ്രസിന്റെ കരുത്തനായ K മുരളീധരൻ, BJPയുടെ സ്വന്തം സുരേഷ് ഗോപി. തൃശൂരിന്റെ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ തന്നെ അറിയാം തൃശൂർ പൂരത്തെക്കാൾ വലിയ പൂരമാണ് ഇപ്രാവശ്യം തൃശൂരിൽ നടക്കാൻ പോകുന്നത് എന്ന്. എന്നാൽ തൃശൂരിനെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാക്കുന്നത് ഈ സ്ഥാനാർത്ഥികൾ മാത്രമല്ല എന്നതാണ് സത്യം. അതിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. വടക്കുന്നാഥന്റെ മണ്ണിൽ നടന്ന ഓരോ തെരഞ്ഞെടുപ്പും സംഭവബഹുലം തന്നെയായിരുന്നു. കഴിഞ്ഞ 6 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സിറ്റിംഗ് MPമാരെയോ സിറ്റിംഗ് പാർട്ടികളെയോ തോൽപ്പിച്ച ചരിത്രമാണ് തൃശൂരിന് പറയാനുള്ളത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ K കരുണാകരനെയും K മുരളീധരനെയും പത്മജയെയും തോൽപ്പിച്ച മണ്ഡലം എന്ന ഖ്യാതിയുള്ള തൃശൂരിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ അത്യന്തം ആന്റി ക്ലൈമാക്സുകൾ നിറഞ്ഞത് തന്നെയാണ്. ഇത്തവണ കരുണാകരന്റെ മകൻ എന്ന നിലയിൽ K മുരളീധരൻ ഇറങ്ങുമ്പോൾ കോൺഗ്രസിന് ചെറിയ പ്രതീക്ഷയുണ്ടെങ്കിലും തൃശൂർ മുരളീധരന് അത്ര നല്ല സ്ഥലമല്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 തവണത്തെ തോൽവി മുരളീധരൻ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതും അല്ല. ഇനി VS സുനിൽകുമാറിലേക്ക് വന്ന തൃശൂരിനെ മുക്കും മൂലയും അറിയുന്ന ആളാണ് സുനിലേട്ടൻ എന്ന തൃശൂരുകാരുടെ പ്രിയപ്പെട്ട മനുഷ്യൻ. ആ ജനസ്വീകാര്യത വോട്ടാവുമെന്ന് തന്നെയാണ് ഇടതിന്റെ പ്രതീക്ഷയും. സുരേഷ് ഗോപി പുലി പോലെ വന്ന എലി പോലെ പോയ അവസ്ഥയിലാണ് ഇപ്പോൾ. 2019 പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് പാർട്ടിക്കുള്ളിൽ പോലും സംശയമുള്ള സമയം. 1996 മുതൽ 2019 വരെയുള്ള 6 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 തവണ CPIക്കൊപ്പവും 3 തവണ കോൺഗ്രസിനൊപ്പവും നിന്ന ചരിത്രമാണ് തൃശൂരിന് പറയാനുള്ളത്. ഇതിൽ CPIയുടെ VV രാഘവൻ 1996 K കരുണാകരനെതിരെ 1480 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നേടിയ അട്ടിമറി ജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും CPIയും മാറി മാറി തൃശൂരിൽ ഭരണത്തിൽ വന്നു. അങ്ങനെ അവസാനം കോൺഗ്രസിന്റെ TN പ്രതാപൻ തൃശൂരിന്റെ MP ആയി മാറി. ഇതിൽ TN പ്രതാപന്റെ തന്നെയായിരുന്നു ഏറ്റവും കൂടിയ ഭൂരിപക്ഷം കുറിച്ച തിരഞ്ഞെടുപ്പും. CPIയിലെ രാജാജി മാത്യു തോമസിനെതിരെ 93,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വടക്കുന്നാഥന്റെ മണ്ണിൽ പ്രതാപൻ കയ്യിൽ ഒതുക്കിയത്. എന്നാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയമസഭാ മണ്ഡലങ്ങളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പം പോയത്. അതായത് 7-7 LDF പിടിച്ചടക്കി എന്ന് തന്നെ. പക്ഷേ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷമുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതേ ജനവിധി ആവർത്തിക്കാറില്ല തൃശൂരിന്റെ മണ്ണിൽ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിൽ LDFനായിരുന്നു മുൻതൂക്കം. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും TN പ്രതാപനായിരുന്നു ഭൂരിപക്ഷം. ഇതിലും വലിയൊരു ഉദാഹരണം ഇനി വേറെ വേണോ? NDA ആകട്ടെ തൃശൂർ ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 6 മൂന്നാം സ്ഥാനത്തായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ 6 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെയും കണക്കെടുത്താൽ BJP ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയിലൂടെയാണ്. 2 ലക്ഷത്തിലധികം വോട്ടും 28.19% വോട്ട് വിഹിതവും BJP അന്ന് നേടിയിരുന്നു. മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ 17% കൂടുതൽ വോട്ടു ശതമാനം. ഇത്തവണ കേരളത്തിൽ BJP ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാന മണ്ഡലം എന്ന നിലയ്ക്ക് തൃശൂരിൽ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കാനും പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഇനി തൃശൂരിന്റെ ചരിത്രം നോക്കിയാൽ 1952 തൃശൂർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. കോൺഗ്രസിലെ ഉണ്ണി ചാലക്കിയായിരുന്നു ആദ്യ തൃശൂരിന്റെ MP. പിന്നീട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള എതിർ സ്ഥാനാർത്ഥി. 13,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മുണ്ടശ്ശേരിയെ ഉണ്ണി തോൽപ്പിച്ചത്. മുണ്ടശ്ശേരിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടം കൂടിയായിരുന്നു ഇത്. കേരള പിറവിക്ക് ശേഷം 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പും. CPI നേതാവ് KK വാര്യർക്കായിരുന്നുവെന്ന് ജയം നേടിയത്. തുടർന്ന് 1957 മുതൽ 1980 വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ CPIക്കൊപ്പമായിരുന്നു വിജയം നിന്നത്. ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ 1984 PA ആന്റണിയിലൂടെ കോൺഗ്രസ് തൃശൂർ വീണ്ടും തിരിച്ചുപിടിച്ചു എന്ന് പറയാം. 89 PA ആന്റണി തന്നെ ജയിച്ചു. 1991 കോൺഗ്രസിലെ PC ചാക്കോയും വിജയം കണ്ടു. 1971 1977 CPIഎമ്മിനെ തോൽപ്പിച്ച ചരിത്രവുമുണ്ട് CPIക്ക് തൃശൂരിൽ. 1971 പ്രശസ്ത സംവിധായകൻ രാമു കാരട്ടിനാണ് CPIയിലെ C ജനാർദ്ദനൻ തോൽപ്പിച്ചത്. എന്തായാലും ആവേശം നിറഞ്ഞ പോര് തന്നെയാണ് തൃശൂരിന്റെ മണ്ണിൽ നടക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി ആദ്യമുണ്ടാക്കിയ ഓളം മലയാളികളെ ഇത്തവണ BJP കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കുമെന്ന തോന്നലിൽ എത്തിച്ചെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അതിലാർക്കും പേടിയില്ല എന്നതാണ് സത്യം. അതേസമയം K മുരളീധരനും VS സുനിൽകുമാറും തമ്മിൽ ഒരു കനത്ത പോരാട്ടം തന്നെ തൃശൂരിൽ ഉണ്ടാവുമെന്നതിൽ ആർക്കും സംശയവുമില്ല.